ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വെറുതെ ഒരു ഹൈപ്പിന് പറയും ട്വിസ്റ്റിന്മേൽ ട്വിസ്റ്റുള്ള കഥ എന്നെല്ലാം. എന്നാൽ ഈ കഥ സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ഫിലിം തന്നെയാണ്. ഒരു കൊലപാതകം, കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇതിന്റെ കഥ. എന്നാൽ ഇതൊരു ക്രൈം സ്റ്റോറിയായി തുടങ്ങി, പെട്ടെന്ന് ഹൊററായി മാറി, പിന്നീട് സൈഫൈ ആയി മാറി, അവസാനം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്ന് നമ്മളെ അമ്പരപ്പിക്കും. വൺസ് അഗൈൻ, വെൽക്കം ടു ഫിലിം ടെല്ലർ. നിങ്ങൾ വന്നിരിക്കുന്നത് ഫിലിം ടെല്ലർ ചാനലിലാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് നൽകുക. ഇന്ന് നമ്മൾ ദ സോൾ എന്ന ചൈനീസ് മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് കാണാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ ഒരു രാത്രി സമയം വലിയ സിറ്റിയാണ് കാണിക്കുന്നത്. ആ നഗരത്തിൽ നിന്നും വളരെ ദൂരെ ഒറ്റപ്പെട്ട ഒരു മലയുടെ മുകളിൽ ഒരു വലിയ ബംഗ്ലാവ്. ആ ബംഗ്ലാവ് പുറത്ത് പോലീസ് കാർ വന്നു നിൽക്കുന്നു. പോലീസുകാർ ഇറങ്ങി വന്ന് ആ വീട്ടിന്റെ കോളിംഗ് ബെല്ലടിക്കുന്നു. ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ വന്ന് ഡോർ തുറക്കുന്നു. അപ്പോൾ പോലീസ് പറയുന്നു, ഇവിടെ മിസ്റ്റർ വാങ്ങിൽ നിന്ന് ഒരു എമർജൻസി കോൾ വന്നിരുന്നു. അദ്ദേഹം ഓക്കെ അല്ലേ എന്ന് പോലീസ് ചോദിക്കുന്നു. ജോലിക്കാരി 2 പോലീസുകാരെയും കൂട്ടി മിസ്റ്റർ വാങ്ങിനെ നോക്കാൻ വാങ്ങിന്റെ റൂമിലേക്ക് പോകുന്നു. ആ വലിയ ബംഗ്ലാവ് മിസ്റ്റർ വാങ്ങിന്റെയാണ്. അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് അടുക്കുംതോറും എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ബെഡ്റൂം വാതിലിൽ വിചിത്രമായ ഒരു ചിഹ്നവും ആരോ വരച്ചുവെച്ചിരിക്കുന്നു. അവർ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു. നോക്കുമ്പോൾ മിസ്റ്റർ വാങ് മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന് തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ 2ാം ഭാര്യയും ബോധമില്ലാതെ കിടപ്പുണ്ട്. വന്ന പോലീസുകാരിൽ ഒരാൾ ആ സ്ത്രീയെ ഒന്ന് തൊട്ടുനോക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് അവർ കണ്ണു തുറന്ന് എഴുന്നേൽക്കുന്നു. അത് കണ്ട് പോലീസ് ഞെട്ടിപ്പോകുന്നു. ഇപ്പോൾ ആ മുറിക്കുള്ളിൽ വാങ് മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തിന്റെ 2ാം ഭാര്യ ജീവനോടെയുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പഴി അവർക്ക് നേരെ തിരിയുന്നു. അന്വേഷണവും ആരംഭിക്കുന്നു. അടുത്ത സീൻ വേറെ ഒരിടത്ത്. ഒരു ആശുപത്രിയിൽ ഒരു ദമ്പതികൾ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നു. ഡോക്ടർ പറയുന്നു, ബേബി ഫോമായിട്ട് ഒരു 7 ആഴ്ചയായിട്ടുണ്ടാകും. ഹാർട്ട് ബീറ്റൊക്കെ നല്ല രീതിയിലുണ്ട്. ഇത്രയും സന്തോഷമുള്ള കാര്യം ഡോക്ടർ പറയുമ്പോഴും ആ ദമ്പതികൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ആ സ്ത്രീയുടെ പേര് ജെയിൻ, ഭർത്താവിന്റെ പേര് ലീ. യഥാർത്ഥത്തിൽ ലീക്ക് നട്ടെല്ലിൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ മരിച്ചുപോകും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കുഞ്ഞ് ജനിക്കാൻ പോകുന്നതുകൊണ്ട് കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്താണ് അവർ സങ്കടപ്പെടുന്നത്. ഇതിന് വല്ല ട്രീറ്റ്മെന്റുമുണ്ടോ എന്ന് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ക്യാൻസർ മുഴ വളരാൻ തുടങ്ങുകയാണെന്നും അത് വലുതാകുമ്പോൾ ലീയുടെ ആ നരമ്പുകളെ അമർത്തുമെന്നും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നടക്കാൻ കഴിയില്ലെന്നും പിന്നീട് ആ ക്യാൻസർ തലച്ചോറിലേക്ക് പടർന്നാൽ അദ്ദേഹം മരിച്ചുപോകുമെന്നും ഡോക്ടർ വിശദീകരിക്കുന്നു. ഉടനെ ജെയിൻ ചോദിക്കുന്നു, വേറെ വല്ല ട്രീറ്റ്മെന്റുമുണ്ടോ എന്ന്. അപ്പോഴാണ് ഡോക്ടർ RNA റെസ്റ്റോറേഷൻ എന്നൊരു ചികിത്സയെക്കുറിച്ച് പറയുന്നത്. ഈ ട്രീറ്റ്മെന്റ് വഴി ക്യാൻസർ വന്നവർക്ക് ആയുസ് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കഴിയും. എന്നാൽ അത് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരാൻ ഇനിയും ദിവസങ്ങളെടുക്കും. മാത്രമല്ല അതിന് ഭീമമായ ഒരു തുക ചിലവ് വരും എന്നുകൂടി ഡോക്ടർ പറയുന്നു. അങ്ങനെ ജെയിനും ലീയും കാറിൽ മടങ്ങി വരുമ്പോൾ ജെയിൻ പറയുന്നു, എന്തു വന്നാലും ശരി, എത്ര പണം ചിലവായാലും ശരി, ആ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്തേ മതിയാകൂ എന്ന് ജെയിൻ പറയുന്നു. എന്നാൽ ലീ ഇതിന് സമ്മതിക്കുന്നില്ല. നീ ഗർഭിണിയാണ്. കുട്ടി ജനിക്കുമ്പോൾ നോക്കാൻ ഒരുപാട് പണം ആവശ്യമായി വരും. എനിക്ക് ചികിത്സ നൽകുന്നത് വെറുതെ പണം കളയുന്നതിന് തുല്യമാണ്. പ്ലീസ് ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം അവർ ജോലിക്കായി പോകുന്നു. നമ്മുടെ ജെയിൻ ഒരു പോലീസ് ഡിറ്റക്റ്റീവാണ്. ആദ്യ സീനിൽ നമ്മൾ കണ്ട ആ പണക്കാരൻ വാങ്ങിന്റെ മരണം ജെയിനാണ് അന്വേഷിക്കുന്നത്. ആ മുറിയിലുണ്ടായിരുന്ന 2ാം ഭാര്യയുടെ മേലാണ് സംശയം. ജെയിൻ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അന്ന് രാത്രി എന്താണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയാൻ തുടങ്ങുന്നു, രാത്രി എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ ടെറസിൽ പോയി കാറ്റുകൊള്ളുകയായിരുന്നു. പെട്ടെന്ന് വാങ്ങിന്റെ മുറിയിൽ നിന്നൊരു ശബ്ദം കേട്ടു. പെട്ടെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ വാങ്ങിന്റെ മുറിയുടെ വാതിലിൽ കത്തികൊണ്ട് വിചിത്രമായ എന്തോ ഡിസൈൻ വരച്ചുവെച്ചിരിക്കുന്നത് കണ്ടു. മെല്ലെ വാതിൽ തുറന്നപ്പോൾ അവിടെ വാങ്ങിന്റെ മകൻ, അഥവാ വാങ്ങിന് ആദ്യ ഭാര്യയിലുണ്ടായ മകൻ അവിടെയുണ്ടായിരുന്നു. വാങ് കട്ടിലിൽ കിടക്കുകയായിരുന്നു. മകൻ കയ്യിൽ വിചിത്രമായ ചെടികൾ വെച്ച് അത് കത്തിച്ചു പുകവരുത്തി എന്തോ മന്ത്രവാദം ചെയ്യുന്നതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു. വാങ് അനങ്ങാതെ കിടക്കുകയായിരുന്നു. ആ അവസ്ഥയിലും വാങ് എമർജൻസി നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ മകൻ വാങ്ങിനെ കൊലപ്പെടുത്തി. തടയാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ലെന്നും രക്തം കണ്ടാൽ പേടിയുള്ളതുകൊണ്ട് താൻ അവിടെ തന്നെ ബോധം കെട്ടു വീണെന്നും അവർ പറയുന്നു. പിന്നീട് പോലീസുകാരാണ് വന്ന് തന്നെ എഴുന്നേൽപ്പിച്ചതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. 2ാം ഭാര്യയുടെ മൊഴി പ്രകാരം കൊലപാതകം നടത്തിയത് ആദ്യ ഭാര്യയിലെ മകനാണ്. വെറുതെ കൊല്ലുകയല്ല, മന്ത്രവാദപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കൊന്നിരിക്കുന്നത്.
ജെയിൻ ആ സ്ത്രീയെ ചോദ്യം ചെയ്യുന്നത് ജെയിനിന്റെ ഭർത്താവായ ലീ CCTV വഴി കാണുന്നുണ്ട്. കാരണം അദ്ദേഹവും ഈ കേസ് അന്വേഷിക്കുന്ന ടീമിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. രണ്ടാം ഭാര്യ പറഞ്ഞതുപോലെ ആ മകന്റെ ഫോട്ടോയും കൊലപാതകത്തിനുപയോഗിച്ച ആയുധവും എല്ലാം അദ്ദേഹം പരിശോധിക്കുന്നു. തുടർന്ന് വീട്ടിലെ ജോലിക്കാരിയെ ചോദ്യം ചെയ്യുന്നു. അവർ പറയുന്നത് താൻ ഉറങ്ങുകയായിരുന്നുവെന്നും പെട്ടെന്നൊരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ വാങ്ങിന്റെ ആദ്യ ഭാര്യയിലെ മകൻ വേഗത്തിൽ ഓടിപ്പോകുന്നത് കണ്ടുവെന്നുമാണ്. എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാകാതെ മുതലാളിയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. പോയി നോക്കിയപ്പോൾ 2 പോലീസുകാരായിരുന്നു. അവർക്കൊപ്പം അകത്ത് ചെന്നപ്പോഴാണ് മുതലാളി മരിച്ചു കിടക്കുന്നതും രണ്ടാം ഭാര്യ ബോധമില്ലാതെ കിടക്കുന്നതും കണ്ടത്. ജോലിക്കാരിയുടെയും മൊഴിയിൽ നിന്നും മകൻ തന്നെയാണ് കൊലയാളി എന്ന സൂചന ലഭിക്കുന്നു. വാങ് രണ്ടാമത് വിവാഹം കഴിച്ചതിനു ശേഷം മകൻ അവർക്കൊപ്പമല്ല താമസിച്ചിരുന്നത്. എന്നാൽ ഒരിക്കൽ അവൻ അവിടെ വന്നു. അന്ന് ഷർട്ട് ധരിച്ചിരുന്നില്ല. അവന്റെ ശരീരം മുഴുവൻ വിചിത്രമായ ടാറ്റൂകളും കത്തികൊണ്ട് കീറിയതുപോലെയുള്ള സാത്താൻ ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു. വാങ്ങിന്റെ ആദ്യ ഭാര്യയ്ക്ക് ഇത്തരം സാത്താൻ ആരാധനയിലും ആചാരങ്ങളിലും വിശ്വാസമുണ്ടായിരുന്നു. മകനും ആ വഴി തന്നെയാണ് പിന്തുടരുന്നത്. അതുകൊണ്ടാണ് കൊലപാതകത്തിനു മുമ്പ് ഇത്തരം ആചാരങ്ങൾ അവൻ ചെയ്തത്. ഇൻവെസ്റ്റിഗേഷനിൽ ലഭിച്ച വിവരങ്ങളെല്ലാം ജെയിൻ കുറിച്ചെടുക്കുന്നു. അവിടെ വെച്ച് ജെയിൻ ലീയെ കാണുമ്പോൾ ജെയിൻ ഞെട്ടിപ്പോകുന്നു. കാരണം ലീക്ക് സുഖമില്ലാത്തതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഇതൊരു പ്രധാനപ്പെട്ട കേസായതുകൊണ്ട് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ലീ ഈ കേസ് അന്വേഷണത്തിനായി ടീമിൽ കയറിയത്. ഇത് പ്രധാനപ്പെട്ട കാര്യമായതിനാൽ ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് നമുക്ക് പരിഹരിക്കാം എന്നദ്ദേഹം പറയുന്നു. മരിച്ച വാങ്ങിന്റെ വിൽപത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം സ്വത്തിൽ പകുതി രണ്ടാം ഭാര്യയ്ക്കും ബാക്കി പകുതി അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു ഡോക്ടർക്കും ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. രണ്ടാം ഭാര്യയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു, ഇനി ഡോക്ടറെ ചോദ്യം ചെയ്യാം എന്നവർ തീരുമാനിക്കുന്നു. ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാങ്ങിന്റെ ആദ്യ ഭാര്യയിലെ മകനെയാണ് തനിക്ക് സംശയമെന്ന് ഡോക്ടർ പറയുന്നു. കാരണം വാങ് സ്വത്ത് മുഴുവൻ തനിക്കും രണ്ടാം ഭാര്യയ്ക്കും എഴുതിവെച്ചതുകൊണ്ട് മകനൊന്നും ലഭിക്കില്ല എന്നും ആ ദേഷ്യത്തിൽ അവനിത് ചെയ്തിരിക്കാം എന്നും ഡോക്ടർ പറയുന്നു. ആ വീട്ടിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന വേലക്കാരിയോട് ആദ്യ ഭാര്യയെക്കുറിച്ചും മകനെക്കുറിച്ചും ചോദിക്കുന്നു. വാങ് ഒരിക്കലും തന്റെ ആദ്യ ഭാര്യയെ പരിഗണിച്ചിരുന്നില്ല. ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട ബഹുമാനം നൽകിയിരുന്നില്ല. ഇതിനാൽ ആദ്യ ഭാര്യ തന്റെ മകനെ മാനസികമായി ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. എന്നാൽ മകന് തന്റെ അമ്മയെ ജീവനായിരുന്നു. പിന്നീട് ആദ്യ ഭാര്യ മരിച്ചു. അതിനുശേഷം വാങ്ങിന് ക്യാൻസർ ബാധിച്ചു. തന്റെ അമ്മയെ ഇത്രയധികം കഷ്ടപ്പെടുത്തിയ അച്ഛനോട് മകന് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു എന്നത് സത്യമാണെന്ന് വേലക്കാരിയും സമ്മതിക്കുന്നു. ലഭിച്ച തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മകനാണ് വാങ്ങിനെ കൊന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അന്വേഷണം പൂർത്തിയായെന്നും റിപ്പോർട്ടിൽ ഒപ്പിടണമെന്നും പറയുമ്പോൾ രണ്ടാം ഭാര്യ തന്റെ ഇടതുകൈ കൊണ്ടാണ് ഒപ്പിടുന്നത്. ഇത് ലീ ക്യാമറയിലൂടെ ശ്രദ്ധിക്കുന്നു. വാങ്ങിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലീയുടെ കൈവശമുണ്ട്. വാങ്ങിനെ കൊലപ്പെടുത്തിയത് ഒരിടങ്കയ്യനായിരിക്കുമെന്ന് അതിലെഴുതിയിട്ടുണ്ട്. ഇതോടെ ലീക്ക് മകനേക്കാൾ കൂടുതൽ രണ്ടാം ഭാര്യയിൽ സംശയം തോന്നുന്നു. അന്നത്തെ അന്വേഷണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ജെയിൻ ലീയുടെ മേൽ കടുത്ത ദേഷ്യത്തിലാണ്. വിശ്രമിക്കാൻ പറഞ്ഞിട്ടും ഈ അവസ്ഥയിൽ എന്തിനാണ് ജോലിക്ക് വന്നതെന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് തനിക്ക് വലിയ വിഷമം. ഈ ജോലിയാണ് തന്നെ സാധാരണ നിലയിലെത്തിക്കുന്നതെന്നും ലീ പറയുന്നു. ആദ്യ ഭാര്യ എങ്ങനെയാണ് മരിച്ചത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ലീ ജെയിനിനോട് ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം ലീയും ജെയിനും വാങ്ങിന്റെ വീട്ടിൽ പോയി ആദ്യ ഭാര്യയുടെ മുറി പരിശോധിക്കുന്നു. ആ മുറിയുടെ തറയിൽ വലിയൊരു സാത്താൻ ചിഹ്നം കാണുന്നു. ജെയിൻ അത് നോക്കി നിൽക്കുമ്പോൾ പിന്നിലൊരു ബാഗ് തനിയെ താഴെ വീഴുന്നു. അതിനുള്ളിലെ പുസ്തകങ്ങളെല്ലാം സാത്താൻ ആരാധനയെക്കുറിച്ചുള്ളതായിരുന്നു. ആദ്യ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് ജെയിൻ തന്റെ ടീമിനോട് വിശദീകരിക്കുന്നു. ആദ്യ ഭാര്യയും വാങ്ങും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മരിക്കുന്നതിനു മുൻപ് അവരൊരു പത്രപ്രവർത്തകനെ വിളിച്ചിരുന്നു. അദ്ദേഹം എത്തിയ സമയത്ത് അവർ മുകളിൽ നിന്ന് ചില ഫോട്ടോകൾ താഴേക്കെറിയുകയും അതിനുശേഷം താഴേക്ക് ചാടി മരിക്കുകയും ചെയ്തു. എന്നാൽ ആ ഫോട്ടോകളൊന്നും പിന്നീട് ആർക്കും ലഭിച്ചില്ല. അവർ ആത്മഹത്യ ചെയ്തതാണെങ്കിലും വാർത്തകളിൽ അത് അപകടമരണമാണെന്നാണ് വന്നത്. ആദ്യ ഭാര്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മുറിയിൽ നിന്ന് ലഭിച്ച പുസ്തകങ്ങളും പരിശോധിക്കുമ്പോൾ മരിക്കുന്നതിനു മുൻപ് അവർ കത്തികൊണ്ട് തറയിൽ സാത്താൻ ചിഹ്നം വരച്ചിരുന്നതായും സ്വന്തം നെഞ്ചിലും അതേ ചിഹ്നം വരച്ച് ഭർത്താവിനെ ശപിച്ചിരുന്നതായും മനസ്സിലാകുന്നു. കൂടാതെ രണ്ടാം ഭാര്യയുടെ മുറിയിൽ ഒരു ക്യാമറയുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാത്രിയിൽ രണ്ടാം ഭാര്യയുടെ ശരീരം വിറയ്ക്കുന്നതും അവർ തനിയെയിരുന്ന് സംസാരിക്കുന്നതും കാണാം. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ലിപ് റീഡിംഗ് വിദഗ്ധർ വഴി പരിശോധിച്ചപ്പോൾ ആദ്യ ഭാര്യയുടെ പേര് പറഞ്ഞ് നിന്നെ കണ്ട് ഞാൻ ഭയപ്പെടില്ല എന്ന് രണ്ടാം ഭാര്യ തനിയെ ശൂന്യതയിലേക്ക് നോക്കി സംസാരിക്കുന്നത് വ്യക്തമായി.
അടുത്ത ദിവസം അവർക്ക് പേയ് പിടിച്ചതുപോലെ പെരുമാറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം ലീയെ കാണിക്കുന്നു. ഈ വീഡിയോകൾ കാണിച്ച് ലീ രണ്ടാം ഭാര്യയെ ചോദ്യം ചെയ്യുന്നു. ആ വീട്ടിൽ ആദ്യ ഭാര്യയുടെ ആത്മാവുണ്ടെന്നും താൻ ഒറ്റയ്ക്കാകുമ്പോൾ ആരോ ഉള്ളതുപോലെ തോന്നാറുണ്ടെന്നും ആരോ എന്റെ ശരീരം പിടിച്ചു മുറുക്കുന്നതുപോലെ തനിക്ക് തോന്നും. അരികിൽ വാങ്ങിന്റെ ആദ്യ ഭാര്യ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നതുപോലെ ഞാൻ കാണാറുണ്ട് എന്നെല്ലാം ആ സ്ത്രീ പറയുന്നു. ഉടനെ ലീ ചോദിക്കുന്നു, അപ്പോൾ വാങ്ങിന്റെ ആദ്യ ഭാര്യയുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കടന്നാണോ വാങ്ങിനെ കൊന്നത്? അപ്പോൾ അവൾ പറയുന്നു, സർ, നിങ്ങൾ എന്താണ് പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. ആദ്യ ഭാര്യയുടെ മകൻ തന്നെയാണ് കൊന്നത്. നിങ്ങൾ എന്താണ് അവനെ ഇതുവരെ കണ്ടുപിടിക്കാത്തത്? ആ പയ്യൻ മന്ത്രവാദം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ചെടി ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നുള്ള പുക വെച്ചാണ് അവൻ എന്തൊക്കെയോ ചെയ്തത്. ആ ചെടി നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ വളരുകയുള്ളൂ. അതുവെച്ച് അവനുള്ള സ്ഥലം എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ എന്നാണ് അവൾ പറയുന്നത്. പോലീസിന് പോലും തോന്നാത്ത കാര്യങ്ങൾ അവൾ ആലോചിച്ചു പറയുന്നത് കേട്ട് ലീക്ക് സംശയം തോന്നുന്നു. രണ്ടാം ഭാര്യയെ തന്നെയാണ് ലീ ശക്തമായി സംശയിക്കുന്നത്. പക്ഷെ തെളിവുകളില്ല. ലീയും ഭാര്യ ജെയിനും കേസിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഭാര്യ പറഞ്ഞതുപോലെ ആ ചെടി 3 സ്ഥലങ്ങളിൽ മാത്രമേ വളരുകയുള്ളൂ. അതിനാൽ ആ പ്രദേശങ്ങളിൽ തിരയാൻ പോലീസ് തീരുമാനിക്കുന്നു. അതേസമയം ലീ രണ്ടാം ഭാര്യയുടെ മുറിയിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടും മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങുന്നു. ആദ്യത്തെ ദിവസം അവൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഭാര്യയെപ്പോലെയല്ല, മറിച്ച് ജോലിക്ക് വന്ന ആളെപ്പോലെയാണ് വരുന്നത്. ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവൾ ഒരു കരാറിൽ ഒപ്പിടുന്നത് കാണുന്നു. അത് വലതു കൈകൊണ്ടാണ്. എന്നാൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവൾ ഇടതു കൈകൊണ്ടാണ് ഒപ്പിട്ടത്. ഇത് ലീയെ കുഴപ്പിക്കുന്നു. കാരണം കൊലയാളി ഇടങ്കയ്യനാണെന്ന് റിപ്പോർട്ടിലുണ്ട്. വാങ്ങിന്റെ സുഹൃത്തായ ഡോക്ടറും അവളെ കാണാൻ അവിടെ വരുന്നുണ്ട്. ആ ഡോക്ടറെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾക്ക് വാങ്ങിന്റെ ആദ്യ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നതായി ഒരു വാർത്ത ലീ കാണുന്നു. ഇപ്പോൾ CCTV കാണുമ്പോൾ രണ്ടാം ഭാര്യയുമായും അയാൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. തന്റെ ക്യാൻസർ ചികിത്സയുടെ ഭാഗമായ കീമോതെറാപ്പി ചെയ്യുന്നതിനിടയിലാണ് ലീ ഇതെല്ലാം പരിശോധിക്കുന്നത്. ജെയിൻ അവിടെ എത്തുമ്പോൾ ലീ കാര്യങ്ങൾ വിവരിക്കുന്നു. തുടക്കത്തിൽ അവൾ ക്യാമറ റൂമിലുള്ളതുകൊണ്ട് ബാത്റൂമിൽ പോയാണ് വസ്ത്രം മാറിയത്. എന്നാൽ പിന്നീട് അവളുടെ പെരുമാറ്റം മാറുന്നു. വസ്ത്രമില്ലാതെ റൂമിലൂടെ നടക്കുന്നു. ക്യാമറയെക്കുറിച്ച് അവൾക്ക് ആശങ്കയേയില്ല. അവൾ ആകെ മാറിപ്പോയിരിക്കുന്നു. കൂടാതെ ഡോക്ടറുമായി അവൾ അടുത്ത ബന്ധത്തിലാണെന്നും മനസ്സിലാക്കുന്നു. ഡോക്ടറെ ചോദ്യം ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. അദ്ദേഹം ഒരു സെമിനാറിൽ RNA സാങ്കേതികവിദ്യയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഒരു വ്യക്തിയുടെ ജനിതക വിവരങ്ങളും ഓർമ്മകളും മറ്റൊരു വ്യക്തിയിലേക്ക് മാറ്റാൻ ഈ സാങ്കേതികവിദ്യയിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അവിടെയുള്ള ലീ ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു എലിയിൽ നിന്ന് RNA എടുത്ത് മറ്റൊരു എലിയിലേക്ക് മാറ്റിയാൽ എന്തു സംഭവിക്കും എന്ന്. എന്നാൽ അത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സെമിനാർ അല്ലാത്തതിനാൽ ഡോക്ടർ അപ്പോൾ അതിന് മറുപടി നൽകുന്നില്ല. പിന്നീട് അവർ ഡോക്ടറെ നേരിൽ കണ്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. സത്യം തുറന്നു പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർ വിവരിക്കുന്നു. വാങ്ങിന്റെ കമ്പനി വലിയ നഷ്ടത്തിലായിരുന്നു. ആദ്യ ഭാര്യ മരിച്ചു. വാങ്ങിന് ക്യാൻസറും ബാധിച്ചു. തന്റെ കമ്പനി ആദ്യ ഭാര്യയിലെ മകന് നൽകാൻ വാങ്ങിനൊട്ടും താൽപ്പര്യമില്ലായിരുന്നു. തന്റെ വംശത്തിൽപ്പെട്ട ഒരാൾ തന്നെ കമ്പനി ഭരിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഒരു യുവതിയെ വിവാഹം കഴിച്ചു. അവളുടെ ഗർഭപാത്രത്തിൽ വാങ്ങിന്റെ കുഞ്ഞിനെ വളർത്താൻ ഞങ്ങൾ ശ്രമിച്ചു. ആ ചികിത്സയുടെ പാർശ്വഫലങ്ങൾ കാരണമാണ് രാത്രിയിൽ അവൾ അസ്വാഭാവികമായി പെരുമാറിയത്. അല്ലാതെ പേയോ പിശാചോ ഒന്നുമല്ല. കൂടാതെ ക്യാൻസറിനുള്ള പുതിയ ചികിത്സാരീതികൾ താൻ ആദ്യം പരീക്ഷിച്ചത് സുഹൃത്തായ വാങ്ങിലായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു. കമ്പനി കൈമാറാൻ വാങ്ങിനൊട്ടും താൽപ്പര്യമില്ലായിരുന്നു. തന്റെ വംശത്തിൽപ്പെട്ട ഒരാൾ തന്നെ കമ്പനി ഭരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ്, കൂടാതെ തന്റെ സുഹൃത്തായ വാങ്ങിന് നൽകിയ പുതിയ ചികിത്സ കൊണ്ട് അദ്ദേഹം കുറച്ചുനാൾ കൂടി ജീവിക്കുമെന്ന് കരുതിയെങ്കിലും അതിനിടയിൽ ആദ്യ ഭാര്യയിലെ മകൻ ഇത് ചെയ്തുവെന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ ലീ പറയുന്നു, യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് എനിക്കറിയാം, ഞാൻ പറയട്ടെ. യഥാർത്ഥത്തിൽ ഡോക്ടറും ആദ്യ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഈ കാര്യം പുറത്തറിഞ്ഞ് വാർത്തയാകുമെന്ന് കണ്ടപ്പോൾ അത് താങ്ങാനാവാതെ ആദ്യ ഭാര്യ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ചു. താഴേക്ക് വീണ ഫോട്ടോകളിലുണ്ടായിരുന്നത് ഡോക്ടറും ആദ്യ ഭാര്യയും തമ്മിലുള്ള ചിത്രങ്ങളായിരുന്നു. ഡോക്ടർ ആദ്യ ഭാര്യയെ അത്രയധികം സ്നേഹിച്ചിരുന്നു. ഒരു പത്രപ്രവർത്തകന് പണം നൽകി തന്റെ പേര് പുറത്തുവരാതെ അദ്ദേഹം നോക്കി. എല്ലാ ഫോട്ടോകളും അദ്ദേഹം തന്നെ എടുത്തുമാറ്റി. ആദ്യ ഭാര്യയുടെ മരണം ഡോക്ടറെ തളർത്തി.
പിന്നീട് വാങ്ങിന് ക്യാൻസർ ബാധിച്ചപ്പോൾ കമ്പനി നോക്കാൻ ഒരു അവകാശി വേണമെന്ന് പറഞ്ഞ് രണ്ടാം വിവാഹത്തിന് വാങ്ങിനെ പ്രേരിപ്പിച്ചത് ഡോക്ടറാണ്. അങ്ങനെയാണ് ഈ രണ്ടാം ഭാര്യയെ അദ്ദേഹം കൊണ്ടുവരുന്നത്. വാങ് തന്റെ സ്വത്തിൽ പകുതി രണ്ടാം ഭാര്യയ്ക്കും ബാക്കി പകുതി ഡോക്ടർക്കും എഴുതിവെച്ചു. ഇതിനുശേഷമാണ് ഡോക്ടർ തന്റെ RNA സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. മരിച്ചുപോയ ആദ്യ ഭാര്യയുടെ RNA ഈ രണ്ടാം ഭാര്യയിലേക്ക് ഡോക്ടർ കുത്തിവെച്ചു. ഇതിലൂടെ രണ്ടാം ഭാര്യയെ അദ്ദേഹം തന്റെ കാമുകിയായ ആദ്യ ഭാര്യയാക്കി മാറ്റി. അതുകൊണ്ടാണ് തുടക്കത്തിൽ വലതുകൈകൊണ്ട് ഒപ്പിടിരുന്ന അവൾ പിന്നീട് ആദ്യ ഭാര്യയെപ്പോലെ ഇടതുകൈകൊണ്ട് ഒപ്പിടാൻ തുടങ്ങിയത്. മകനെ ബ്രെയിൻ വാഷ് ചെയ്ത് വാങ്ങിനെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയും ആ കുറ്റം മകന്റെ മേൽ ചുമത്തി രക്ഷപ്പെടാനുമായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് ലീ പറയുന്നു. ലീയുടെ ആരോപണം കേട്ട് ഡോക്ടർ ക്ഷുഭിതനാകുന്നു. തെളിവുകളില്ലാതെ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത് നിർത്തൂ എന്ന് അദ്ദേഹം ആക്രോശിക്കുന്നു. തിരികെ കാറിൽ വരുമ്പോൾ ജെയിൻ ലീയോട് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അതിന് ലീ മറുപടി നൽകുന്നത്, ആദ്യ ഭാര്യയുടെ ആത്മാവ് രണ്ടാം ഭാര്യയുടെ ഉള്ളിൽ കയറിയെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ശാസ്ത്രത്തെ വിശ്വസിക്കുന്നതാണ് എന്നാണ്. വീട്ടിലെത്തിയ ശേഷം വാങ്ങിന്റെ തകർന്ന ഫോണിലെ വിവരങ്ങൾ ഫോറൻസിക് വിഭാഗം വീണ്ടെടുത്തതായി ജെയിൻ പറയുന്നു. മറുഭാഗത്ത് പോലീസ് വാങ്ങിന്റെ മകൻ ഒളിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി അവനെ പിടികൂടുന്നു. അവൻ മന്ത്രവാദം ചെയ്യാൻ ഉപയോഗിച്ച ചെടികളും അവിടെ നിന്ന് ലഭിക്കുന്നു. അവൻ ഒരു മന്ത്രവാദി പോലെ അസ്വാഭാവികമായിരിക്കുന്നു. പോലീസ് അവനെ പിടികൂടി ഫോട്ടോകൾ കാണിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അയാൾ മരിക്കുക മാത്രമല്ല, നരകത്തിൽ കിടന്ന് കത്തണം, അതിനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്നവൻ പറയുന്നു. കാരണം ഒരു ദിവസം അവന്റെ അമ്മ, അതായത് വാങ്ങിന്റെ ആദ്യ ഭാര്യ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൻ ചെന്ന് കാരണം തിരക്കി. ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുകയാണ്, ഒരു ശാന്തമായ സ്ഥലത്തിരിക്കാൻ പോകുകയാണ്. ഞാനില്ലാത്ത സമയത്ത് മലനിരകളിലെ പൂക്കൾക്ക് നീ വേണം വെള്ളമൊഴിക്കാൻ എന്ന് അമ്മ പറഞ്ഞിരുന്നു. അച്ഛൻ കാരണമാണ് അമ്മ മരിച്ചത്, അതുകൊണ്ട് അയാൾ മരിക്കേണ്ടവൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അവൻ കരയുന്നു. മകൻ തന്നെയാണ് കൊലയാളിയെന്ന് ഏകദേശം ഉറപ്പായതോടെ വാങ്ങിന്റെ മൃതദേഹം ദഹിപ്പിക്കുന്നു. ആ സമയത്ത് ഡോക്ടർ ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്നുണ്ടായിരുന്നു. വിധി വരുന്നതിനു മുൻപ് യഥാർത്ഥത്തിൽ അന്ന് രാത്രി എന്താണ് നടന്നതെന്നറിയാൻ മകനെയും രണ്ടാം ഭാര്യയെയും മുഖാമുഖമിരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. താൻ ഒരു ദിവസം വീട്ടിൽ പോയപ്പോൾ രണ്ടാം ഭാര്യ തന്റെ മരിച്ച അമ്മയെപ്പോലെ സംസാരിച്ചെന്നും അച്ഛനെ കൊല്ലാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയൊരു കത്ത് നൽകിയെന്നും മകൻ പറയുന്നു. എന്നാൽ മകൻ താൻ കൊലപ്പെടുത്തി എന്ന് നേരിട്ട് പറയുന്നില്ല. രണ്ടാം ഭാര്യയോട് കത്ത് നൽകിയതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ശബ്ദം ആദ്യ ഭാര്യയുടേതുപോലെ മാറുന്നു. അവർ മകനെ നോക്കി, അമ്മ പറഞ്ഞത് നീ കൃത്യമായി ചെയ്തു, ആ വാങ്ങിനെ നീ തന്നെയല്ലേ കൊന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അതേ അമ്മേ, ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് പറഞ്ഞവൻ കരയുന്നു. മകൻ കുറ്റമേറ്റതോടെ കേസ് അവസാനിക്കുന്നു. ലീയും ജെയിനും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ലീയുടെ ആരോഗ്യനില മോശമാകുന്നു. അദ്ദേഹത്തിന് ഫിറ്റ്സ് വരുന്നു. തലച്ചോറിലെ ക്യാൻസർ മുഴ നാഡികളിൽ അമരുന്നത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം ഉടനെ മരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും RNA ചികിത്സ വഴി ജീവൻ നിലനിർത്താൻ കഴിഞ്ഞേക്കും. വലിയ ചിലവുള്ള ആ ചികിത്സ അദ്ദേഹത്തിന് സൗജന്യമായാണ് ലഭിക്കുന്നത്. ഇതിനിടയിൽ ഡോക്ടറും രണ്ടാം ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുള്ളതായി സൂചനകൾ ലഭിക്കുന്നു. എന്നാൽ കുറച്ചുകഴിഞ്ഞ് രണ്ടാം ഭാര്യ പേടിച്ചു വീട്ടിൽ നിന്ന് ഓടിവരുന്നു. പിന്നാലെ രക്തം പുരണ്ട മുഖമുമായി ഡോക്ടർ കത്തിയുമായി അവളെ കൊല്ലാൻ ഓടുന്നു. ആശുപത്രിയിൽ ലീയുടെ ചികിത്സ വിജയകരമായി പൂർത്തിയായി. കുറച്ചുകാലം കൂടി അദ്ദേഹത്തിന് ജീവിക്കാം, പക്ഷെ നടക്കാൻ കഴിയില്ല. വീൽ ചെയറിലിരിക്കേണ്ടി വരും. എങ്കിലും അദ്ദേഹം കേസിന്റെ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്നു. വാങ്ങിന്റെ ഫോണിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മരിക്കുന്നതിനു മുൻപ് അദ്ദേഹം എമർജൻസി നമ്പറിലേക്ക് വിളിച്ച ഒരു ഓഡിയോ ഫയൽ ലീക്ക് ലഭിക്കുന്നു. അതിൽ വാങ് മരിക്കുന്നതിനു മുൻപ് രണ്ടാം ഭാര്യയോട് തർക്കിക്കുന്നത് കേൾക്കാം. CEO സ്ഥാനം എനിക്ക് തരുന്നതിൽ നിനക്കെന്താണ് പ്രശ്നം? അതെന്റെ സ്ഥാനമാണ്, നിന്റെതല്ല എന്ന് രണ്ടാം ഭാര്യ ദേഷ്യത്തോടെ പറയുന്നത് ആ റെക്കോർഡിങ്ങിലുണ്ട്. ഇത് രണ്ടാം ഭാര്യയാണ് വാങ്ങിനെ കൊന്നതെന്നതിന് വ്യക്തമായ തെളിവാണ്. ഈ വിവരമറിഞ്ഞ ഉടനെ ലീ ജെയിനിനോട് ദേഷ്യപ്പെടുന്നു. ഇത്ര വലിയ തെളിവുണ്ടായിട്ടും അത് മറച്ചുവെച്ചതുകൊണ്ട് നിരപരാധിയായ ആ മകൻ ശിക്ഷിക്കപ്പെടാൻ പോകുകയാണ് എന്നദ്ദേഹം പറയുന്നു. എന്നാൽ ലീയുടെ RNA ചികിത്സയ്ക്കായി വലിയ തുക ആവശ്യമായിരുന്നു എന്നതിനാൽ ഈ ഓഡിയോ കാണിച്ച് രണ്ടാം ഭാര്യയെയും ഡോക്ടറെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് സൗജന്യ ചികിത്സ നേടിയതാണെന്ന് ജെയിൻ വെളിപ്പെടുത്തുന്നു. ഈ സത്യം ലീയെ തളർത്തുന്നു. ഞാനിപ്പോൾ ജീവനോടെയുണ്ട്, പക്ഷേ എനിക്ക് നടക്കാൻ കഴിയില്ല. വീൽ ചെയറിൽ മറ്റൊരാളുടെ സഹായത്തോടെ കഴിയുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ഒരു നിരപരാധിയെ എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് ലീ സങ്കടപ്പെടുന്നു. എങ്കിലും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ കേസ് പൂർത്തിയാക്കാൻ ലീയും ജെയിനും തീരുമാനിക്കുന്നു.
ഇതിനിടയിൽ ഡോക്ടർ കത്തിയെടുത്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് രണ്ടാം ഭാര്യ പരാതി നൽകുന്നു. ഇതോടെ ലീയുടെ ചിന്തകൾ മാറുന്നു. ആദ്യ ഭാര്യയോടുള്ള സ്നേഹം കാരണമാണ് ഡോക്ടർ അവളുടെ ഓർമ്മകൾ രണ്ടാം ഭാര്യയിലേക്ക് മാറ്റിയതെങ്കിൽ എന്തിനാണിപ്പോൾ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ആ ഓഡിയോയിൽ അവൾ CEO സ്ഥാനത്തിനായി വാദിച്ചതും ലീയുടെ മനസ്സിൽ പുതിയ ഒരു സംശയമുണ്ടാക്കുന്നു. ലീ പാർക്കിങ്ങിൽ വെച്ച് രണ്ടാം ഭാര്യയെ നേരിൽ കാണുന്നു. എല്ലാം ഞാൻ കണ്ടുപിടിച്ചു എന്ന് ലീ അവളോട് പറയുന്നു. നീ വാങ്ങിന്റെ രണ്ടാം ഭാര്യയാണെങ്കിലും നിന്റെ ഉള്ളിൽ ആദ്യ ഭാര്യയുടെ ആത്മാവുള്ളതുപോലെ നീ അഭിനയിക്കുകയായിരുന്നു. നിന്റെ ഉള്ളിൽ ആദ്യ ഭാര്യയുടെ ആത്മാവോ ഓർമ്മകളോ ഇല്ല. മകനെക്കൊണ്ട് മന്ത്രവാദങ്ങൾ ചെയ്യിച്ചത് അവനെ കുടുക്കാനായിരുന്നു. മകൻ വാങ്ങിനെ കൊല്ലാതെ അവിടെ നിന്ന് ഓടിപ്പോയി. അവൻ പോയതിനുശേഷം നീയാണ് വാങ്ങിനെ സ്വന്തം കൈകൊണ്ട് കൊന്നത്. തുടർന്ന് ലീ ആ വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നു. നീ വാങ്ങിന്റെ രണ്ടാം ഭാര്യയല്ല, നീ തന്നെയാണ് വാങ്. ഡോക്ടറുടെ സഹായത്തോടെ വാങ്ങിന്റെ ഓർമ്മകളും വിവരങ്ങളും ആ യുവതിയുടെ ശരീരത്തിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. ഇത് കേട്ട രണ്ടാം ഭാര്യ അഥവാ വാങ് ലീയുടെ ബുദ്ധിയെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും അവിടെ നിൽക്കാതെ വേഗം പോകുന്നു. അടുത്ത ദിവസം ഡോക്ടർ ലീയെ കാണാൻ വരുന്നു. രണ്ടാം ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതിന് പോലീസ് അദ്ദേഹത്തെ തിരയുകയാണ്. തുടക്കം മുതൽ എന്താണ് നടന്നതെന്ന് അദ്ദേഹം ലീയോട് വിവരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് വാങ്ങും ഡോക്ടറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വാങ് വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളായിരുന്നു. ഒരു സ്ത്രീയായി ജീവിക്കാനായിരുന്നു വാങ്ങിന് ആഗ്രഹം. വാങ്ങും ഡോക്ടറും തമ്മിൽ ഒരു പ്രത്യേക പ്രണയബന്ധമുണ്ടായിരുന്നു. എന്നാൽ താനൊരു സ്ത്രീയാകാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം പുറത്തറിഞ്ഞാൽ അത് തന്റെ കമ്പനിയുടെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് വാങ് ഭയപ്പെട്ടു. അതിനാൽ പുറം ലോകത്തിനു മുന്നിൽ സാധാരണക്കാരനായി ജീവിക്കാൻ അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവരാണ് ആദ്യ ഭാര്യ. അവർക്ക് ഒരു കുട്ടിയും ജനിച്ചു. അതിനുശേഷം അദ്ദേഹം അവരെ ഒത്തും പരിഗണിച്ചിരുന്നില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന ആദ്യ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ ഡോക്ടർ ഇടയ്ക്കിടെ അവരെ പോയി കാണുമായിരുന്നു. ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ചില പത്രവാർത്തകാർ ഇവരുടെ ഫോട്ടോകളെടുത്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഡോക്ടർ സ്നേഹിച്ചിരുന്നത് വാങ്ങിനെ മാത്രമായിരുന്നു. വാങ് ഡോക്ടറുടെ കൂടെയുള്ളപ്പോൾ സ്ത്രീവേഷം ധരിക്കുമായിരുന്നു. വാങ് സ്ത്രീവേഷം ധരിച്ച് ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ ആദ്യ ഭാര്യ കാണിടയായി. തന്റെ ഭർത്താവ് ഒരു സ്ത്രീയെപ്പോലെ വസ്ത്രം ധരിച്ച് സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്നത് കണ്ട് അവർക്ക് വലിയ അപമാനം തോന്നി. ആ ദേഷ്യത്തിലും സങ്കടത്തിലും അവർ ആ ഫോട്ടോകളെല്ലാം താഴേക്കിറഞ്ഞ ശേഷം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പത്രവാർത്തകാർ ഇതെല്ലാം വീഡിയോയിൽ പകർത്തി. ഡോക്ടർ അവിടെ എത്തി ഫോട്ടോകളെല്ലാം മാറ്റുകയും പത്രവാർത്തകാരന് പണം നൽകുകയും ചെയ്ത് ആ വാർത്ത മൂടിവെക്കുകയും ചെയ്തു. ആദ്യ ഭാര്യ മരിച്ചതിന് പിന്നാലെ വാങ്ങിന് ക്യാൻസർ ബാധിച്ചു. വാങ് മരിച്ചാൽ ഡോക്ടർക്ക് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനോ കമ്പനി സ്വന്തമാക്കാനോ കഴിയില്ല. അതിനാൽ അവരൊരു പദ്ധതി തയ്യാറാക്കി. വാങ്ങിന്റെ ഓർമ്മകൾ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് മാറ്റി ആ ശരീരത്തിലൂടെ വാങ്ങിന് തുടർന്നും ജീവിക്കാം എന്നതായിരുന്നു പ്ലാൻ. സ്ത്രീയായി ജീവിക്കാനായിരുന്നു വാങ്ങിന് ആഗ്രഹം. അതിനാൽ അവരൊരു യുവതിയെ കണ്ടെത്തി. അവളാണ് രണ്ടാം ഭാര്യ. തനിക്കെന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ആ പാവം പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. തുടക്കത്തിൽ അവൾ ആ വീട്ടിലേക്ക് ഒരു വേലക്കാരിയെപ്പോലെയാണ് വന്നത്. എന്നാൽ RNA ചികിത്സയ്ക്ക് ശേഷം അവൾ വാങ്ങായി മാറാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവളുടെ റൂമിലുണ്ടായിരുന്ന ക്യാമറയ്ക്ക് മുൻപിൽ പോലും അവളൊന്നും മറയ്ക്കാതെ നടന്നിരുന്നത്. ഇപ്പോൾ ആ വീട്ടിൽ 2 വാങ്ങുകളുണ്ട്. ക്യാൻസർ ബാധിച്ച് മരിക്കാറായ വാങ്ങും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പേർന്ന രണ്ടാം ഭാര്യയും. അസുഖം ബാധിച്ച വാങ് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാം ഭാര്യയുടെ രൂപത്തിലുള്ള വാങ് കമ്പനി ഭരിക്കുകയും ഡോക്ടറോടൊപ്പം ജീവിക്കുകയും ചെയ്യും എന്നതായിരുന്നു പ്ലാൻ. എന്നാൽ അസുഖം ബാധിച്ച വാങ്ങിന് ഇടയ്ക്ക് ചില സംശയങ്ങൾ തോന്നി. അദ്ദേഹം ഡോക്ടറെ വിളിച്ച്, എനിക്ക് ഈ പെൺകുട്ടിയെ വേണ്ട, എന്റെ ഓർമ്മകൾ മറ്റാരിലെങ്കിലും മാറ്റിയാൽ മതി, ഇവർ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ സംസാരം രണ്ടാം ഭാര്യയുടെ രൂപത്തിലുള്ള വാങ് കേട്ടു. തന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ അവൾ ആദ്യ ഭാര്യയിലെ മകനെ ഉപയോഗിച്ച് അസുഖം ബാധിച്ച വാങ്ങിനെ കൊല്ലാൻ പദ്ധതിയിട്ടു. അങ്ങനെ രണ്ടാം ഭാര്യയുടെ രൂപത്തിലുള്ള വാങ് യഥാർത്ഥ വാങ്ങിനെ കൊലപ്പെടുത്തി. ലോകത്തിന്റെ കണ്ണിൽ അവൾ രണ്ടാം ഭാര്യയാണ്, പക്ഷേ ഉള്ളിൽ അവൾ വാങ് തന്നെയാണ്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഡോക്ടർ സ്നേഹിച്ചിരുന്നത് യഥാർത്ഥ വാങ്ങിനെയായിരുന്നു. അദ്ദേഹം രോഗം മൂലം മരിച്ചിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷേ നീ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് ഡോക്ടർ അവളോട് ചോദിച്ചു. എന്നാൽ അവൾ വളരെ അഹങ്കാരത്തോടെയാണ് മറുപടി നൽകിയത്. ഇതോടെ ഡോക്ടർക്ക് അവളോടുള്ള സ്നേഹം നഷ്ടപ്പെടുകയും അവിടെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ കണ്ട കത്തിയുമായുള്ള ഓട്ടം. അതുകൊണ്ടാണ് ഡോക്ടർ അവളെ കത്തിയുമായി ഓടിച്ചിട്ടത്. ഇതൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാക്കിയ ലീ ഒരു പ്ലാൻ ഉണ്ടാക്കി. അദ്ദേഹം ഡോക്ടറെ മുഖംമൂടി ധരിപ്പിച്ച് കൂടെ കൂട്ടി രണ്ടാം ഭാര്യയെ കാണാൻ പോയി. ലീ അവളോട് ചോദിച്ചു, നീ യഥാർത്ഥ വാങ് ആയിരുന്നപ്പോൾ ഡോക്ടറുമായി വലിയ അടുപ്പത്തിലായിരുന്നല്ലോ,
ഇപ്പോഴെന്താണ് അവനെ പരിഗണിക്കാത്തത്? അവൾ മറുപടി പറഞ്ഞു, വാങ് ആയി ജീവിച്ചതെന്റെ പഴയ ജീവിതമാണ്. ആ ഡോക്ടറുടെ കൂടെയുള്ള ബന്ധം അവിടെ അവസാനിച്ചു. ഇതെന്റെ പുതിയ ജീവിതമാണ്. എനിക്കിനി അവനെ ആവശ്യമില്ല. ഇതു കേട്ട് ഡോക്ടർ തകർന്നുപോയി. അതു കേട്ടതുമുടനെ ഡോക്ടർ ഉള്ളിലേക്ക് വന്ന് അവൾക്കൊരു മയക്കുമരുന്ന് കുത്തിവെക്കുന്നു. പിന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ആ സീൻ അവിടെ വെച്ച് കട്ടാവുന്നു. തുടർന്ന് കേസ് കോടതിയിലേക്ക് നീങ്ങുന്നു. രണ്ടാം ഭാര്യയുടെ രൂപത്തിലുള്ള വാങ് സത്യം വെളിപ്പെടുത്തി. താനാണ് വാങ്ങിനെ കൊന്നതെന്ന് അവൾ സമ്മതിച്ചു. എന്നാൽ മെമ്മറി ട്രാൻസ്ഫർ ചെയ്ത കാര്യം കോടതിയിൽ പറഞ്ഞാൽ കൂടുതൽ കുഴപ്പമാകുമെന്ന് കരുതി അതൊഴിവാക്കി. ആ ഓഡിയോ ഫയൽ തെളിവായി സ്വീകരിച്ച് കോടതി അവിടെ ജയിലിലേക്ക് അയക്കുന്നു. നിരപരാധിയായ ആ മകൻ മോചിതനാകുന്നു. കേസ് തെളിയിച്ചതിൽ ലീക്ക് വലിയ സന്തോഷം തോന്നി. ദിവസങ്ങൾ കടന്നുപോകുന്നു. ഒടുവിൽ ക്യാൻസർ ബാധിച്ച് ലീ മരിക്കുന്നു. ഇതിനിടയിൽ ജെയിൻ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ജെയിൻ തന്റെ കുഞ്ഞുമായി ജയിലിൽ പോയി വാങ്ങിന്റെ രണ്ടാം ഭാര്യയെ കാണുന്നു. ആ കുഞ്ഞിനെ കണ്ട് അവൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. അന്ന് മയക്കുമരുന്ന് നൽകിയ ശേഷം ഡോക്ടർ ചെയ്തത് മറ്റൊന്നായിരുന്നു. രണ്ടാം ഭാര്യയുടെ ഉള്ളിലുണ്ടായിരുന്ന വാങ്ങിന്റെ ഓർമ്മകൾ ഡോക്ടർ നീക്കം ചെയ്തു. പകരം ലീയുടെ ഓർമ്മകൾ ആ ശരീരത്തിൽ നിക്ഷേപിച്ചു. അതായത് കോടതിയിൽ കുറ്റമേറ്റു പറഞ്ഞതും ഇപ്പോൾ ജയിലിൽ കഴിയുന്നതും രണ്ടാം ഭാര്യയുടെ ശരീരത്തിലുള്ള ലീ ആയിരുന്നു. ക്യാൻസർ ബാധിച്ച ലീയുടെ യഥാർത്ഥ ശരീരം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ബോധവും ഓർമ്മകളും ആ രണ്ടാം ഭാര്യയുടെ ശരീരത്തിലൂടെ ഇന്നും ജീവിക്കുന്നു. ശിക്ഷാകാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹത്തിന് തന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൂടെ സന്തോഷമായി ജീവിക്കാം. ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല സിനിമകളുമായി നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി.